എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 1-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് മന്ത്രിമാർക്ക് ജില്ലാ ചുമതല നിശ്ചയിച്ചു. KM ഷാജിയാണ് കാസർഗോഡിന്റെ ചുമതലയുള്ള മന്ത്രി. സണ്ണി ജോസഫ് കണ്ണൂരിലും കോഴിക്കോടിന്റെ ചുമതല അനിൽകുമാറിനുമാണ്. വയനാട് T സിദ്ദീഖ്, മലപ്പുറം PK ബഷീർ, പാലക്കാട് N ഷംസുദ്ദീൻ, തൃശൂർ ജനീഷ്, എറണാകുളം റോജി M ജോൺ, കോട്ടയം മോൻസ് ജോസഫ്, ഇടുക്കി അനൂപ് ജേക്കബ്, ആലപ്പുഴ ലിജു, പത്തനംതിട്ട വിഷ്ണുനാഥ്, കൊല്ലം ഷിബു ബേബി ജോൺ, തിരുവനന്തപുരം CP ജോൺ എന്നിങ്ങനെയാണ് ജില്ലാ ചുമതലയുള്ള 14 മന്ത്രിമാർ. 2026-27 സ്കൂൾ അധ്യയന വർഷം നാളെ മുതൽ ആരംഭിക്കും. പ്രവേശനോത്സവം നാളെയാണ്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തും. വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ദേശാഭിമാനി ഓൺലൈനിൽ വന്നിട്ടുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് പൂട്ടിട്ട് UDF സർക്കാർ എന്നാണ് വാർത്തയുടെ ഹെഡിങ്. ഇതിൽ വാർത്തയിൽ പറയുന്നത് LDF സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി UDF സർക്കാർ അധികാരത്തിലേറി 2 ആഴ്ചക്കകം അട്ടിമറിച്ചു എന്നാണ്. മാസം തോറും 25-ന് ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിരുന്ന പണം ഈ മാസം കിട്ടിയില്ല. ഗുണഭോക്താക്കളുടെ എണ്ണവും ആവശ്യമായ തുകയും സേവന സൈറ്റിൽ 19-ന് അപ്ലോഡ് ചെയ്തിട്ടും ട്രഷറിയിൽ പണം എത്തിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കോമഡിയാണ്. 25-ന് എല്ലാ മാസവും 25-ാം തീയതി വിതരണം ചെയ്തിരുന്ന തുക എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഇത് വിതരണം ചെയ്യുന്നതും ഇത് മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്നതുമാണ് എന്ന് തോന്നിപ്പോകും. പഞ്ചായത്ത് ഇലക്ഷന് വോട്ടിന് വേണ്ടി പ്രഖ്യാപിക്കുകയും നിയമസഭാ ഇലക്ഷന് മുമ്പ് കേവലം 2 മാസം, അതായത് ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രം വിതരണം ചെയ്ത് അവസാനിപ്പിക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ ഒരു വോട്ടിന് വേണ്ടിയുള്ള തട്ടിക്കൂട്ട് പദ്ധതിയായിരുന്നു ഇത് എന്ന് പറയാം. കാരണം ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രമാണ് വിതരണം ചെയ്തത്. ഏപ്രിൽ മാസവും LDF സർക്കാരിന്റെ മാസം തന്നെയായിരുന്നു. ആ മാസം ഇത് വിതരണം ചെയ്തില്ല. മെയ് 18-നാണ് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. അവർ ഇത് വിതരണം ചെയ്തില്ല എന്ന് ദേശാഭിമാനിയിൽ വാർത്ത വരുന്നത് വളരെ കോമഡിയാണ് എന്ന് പറയേണ്ടി വരും. LDF സർക്കാർ ഇത് തുടങ്ങുകയും നിർത്തുകയും ചെയ്ത പദ്ധതിയാണ്. അപ്പൊ ഇനി ഇത് വീണ്ടും കിട്ടണമെങ്കിൽ UDF സർക്കാർ വീണ്ടും വിതരണം ആരംഭിക്കേണ്ടതുണ്ട്. അപ്പൊ വിതരണം ആരംഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജൂൺ മാസം മുതൽ ഇത് കിട്ടിത്തുടങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വന്തം പാർട്ടി ഭരിച്ചപ്പോൾ വിതരണം ചെയ്യാതെ ഭരണം മാറിയപ്പോൾ മറ്റുള്ളവരുടെ തലയിൽ പഴി ചാരുന്ന ഒരു വാർത്തയായി പോയി ഇത് എന്ന് പറയേണ്ടി വരും. സംസ്ഥാനത്തെ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നതാണ് പദ്ധതി. ഫെബ്രുവരിയിലാണ് തുടങ്ങിയത്. ആദ്യഘട്ടം 10,18,042 പേർക്കാണ് വിതരണം. ഓൺലൈനിൽ അപേക്ഷിച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പണം പാസ്സാക്കുന്ന രീതിയാണുള്ളത്. ഈ മാസം 18,18,047 പേർക്ക് അർഹതയുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ ഗുണഭോക്താക്കൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 2,55,681 പേരാണുള്ളത്. രണ്ടാമത് പാലക്കാട് 2,06,805 ഗുണഭോക്താക്കളും ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും പദ്ധതി തുടങ്ങിയതും നിർത്തിയതും LDF സർക്കാർ തന്നെയാണ്. ഇനി ഈ പദ്ധതി തുടങ്ങുകയാണ് എങ്കിൽ UDF രണ്ടാമത് വീണ്ടും തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും അത് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ചയോടുകൂടി കാലവർഷം എത്താൻ സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ഉള്ളത്. ആദ്യ ആഴ്ചയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഓരോ ഗുണഭോക്താവിനും ഒരൊറ്റ ഗ്യാസ് കണക്ഷൻ എന്നുള്ള രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ നിയമം നാളെ മുതൽ കർശനമാക്കുകയാണ്. നാളെ ഗ്യാസിന് വില കൂടും എന്നുള്ളതാണ്. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് നാളെ വില കൂടിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. എല്ലാം വില കൂടുകയാണ് എങ്കിലും ഇല്ല എങ്കിലും ഈ ഗ്യാസ് വിലയുമായി ബന്ധപ്പെട്ട എല്ലാ മാസവും നമ്മളൊരു അപ്ഡേറ്റ് നൽകാറുണ്ട്. അതിൽ കൃത്യമായിട്ട് നാളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. ജൂൺ മാസത്തെ റേഷൻ വിതരണം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2 മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങിയതുകൊണ്ട് പല ആളുകൾക്കും മെയ് മാസത്തിൽ റേഷൻ ലഭിച്ചിരുന്നില്ല. ഇതിന് ശേഷമുള്ള ഒരു വിതരണമാണ് ജൂൺ മാസത്തെ റേഷൻ. ജൂൺ മാസത്തെ ആദ്യ പ്രവൃത്തി ദിവസമായിട്ടുള്ള ജൂൺ 1-ാം തീയതി സംസ്ഥാനത്ത് റേഷൻ കടകൾ അവധിയാണ്. ജൂൺ 2-ാം തീയതി മുതലാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്.
ചൊവ്വാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാമാണ് ലഭിക്കുക എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. AAI അന്ത്യോദയ അന്ന യോജന മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് 30 കിലോ അരി, 2 കിലോ ഗോതമ്പ് സൗജന്യമായി ലഭിക്കും. 3 പാക്കറ്റ് ആട്ട 1 പാക്കറ്റിന് 7 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. PHH മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിൽ ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ചു പകരം 4 പാക്കറ്റ് ആട്ട നൽകും. ഒരു ആട്ടയ്ക്ക് 9 രൂപ വീതം നൽകണം. NPS പൊതുവിഭാഗം നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് 4 കിലോ വരെ ആട്ട ഒരു ആട്ടയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം NPNS നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗമായ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കാർഡിൽ ആകെ 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. സ്റ്റോക്ക് അനുസരിച്ച് 4 കിലോ വരെ ആട്ട ഒരു ആട്ടയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. NPI പൊതുവിഭാഗം സ്ഥാപനം റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിൽ ആകെ 2 കിലോ വീതം അരിയും ഒരു ആട്ടയും ലഭിക്കും. 10 രൂപ 90 പൈസ നിരക്കിലാണ് അരി ലഭിക്കുക. 17 രൂപക്കാണ് ആട്ട ലഭിക്കുക. ഇതുകൂടാതെ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ മണ്ണെണ്ണ വിതരണം തുടരുകയാണ്. മണ്ണെണ്ണ ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ വിഹിതമായിട്ട് മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡുള്ളവർക്ക് 1/2 ലിറ്ററുമാണ് ലഭിക്കുന്നത്. വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡിനും 6 ലിറ്ററും ലഭിക്കുന്നതാണ്. ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ കടയിൽ നിന്നും ലഭിക്കുക. ഇതുകൂടാതെ സംസ്ഥാനത്ത് സപ്ലൈകോ വിഹിതങ്ങളുടെ വിതരണം ഉണ്ട്. അതും തിങ്കളാഴ്ച മുതൽ തന്നെ ആരംഭിക്കും. 13 സബ്സിഡി സാധനങ്ങൾ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാം. ജയ, കുറുവ, മറ്റ അരികൾ 8 കിലോ 2 തവണയായി ഓരോ മാസവും വാങ്ങാൻ കഴിയും. മല്ലി, മുളക്, പഞ്ചസാര, വെളിച്ചെണ്ണ, കടല, പയർ, ഉഴുന്ന്, തൂവരപ്പരിപ്പ് എന്നീ വിഹിതങ്ങളെല്ലാം വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സംസ്ഥാനത്ത് റേഷൻ വിതരണം മറ്റന്നാൾ മുതലാണ് ആരംഭിക്കുക. 4 സംസ്ഥാനത്ത് റേഷൻ കടകൾ അവധിയാണ്. മറ്റന്നാൾ 2-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ